നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഒരു പുതിയ ബഡ്ജറ്റ് ഫോണായിട്ടുള്ള വിവോ Y12G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് അതുപോലെ റിവ്യൂമാണ്. തൊട്ട് മുൻപ് Y12S എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോൺ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് പുറത്തിറങ്ങിയൊരു മോഡലാണ് Y12G എന്ന് പറയുന്നത്. രണ്ട് വേരിയൻറ്റുകളാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. 3GB റാം 32GB സ്റ്റോറേജും അതുപോലെ തന്നെ 3GB റാമിൽ 64GB മെമ്മറിയുള്ള രണ്ട് വേരിയൻറ്റ് നമുക്ക് ഈ ഫോൺ അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോ Y12G എന്ന് പറയുന്ന ഏറ്റവും പുതിയ മോഡലിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിങ് റിവ്യൂമാണ്. അപ്പോൾ പരമാവധി ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് വിവോ Y12G എന്ന് പറയുന്ന ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. സാധാരണ Y12S അല്ലെങ്കിൽ Y20 സീരീസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ബോക്സിനാണ് ഇവിടെ വരുന്നത്. ഇവിടെ വിവോയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ 3GB റാം 32GB അതുപോലെ 3GB റാം 64 ആണെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മോഡൽ നെയിം, പിന്നെ സൈഡിൽ ഇത്തരത്തിൽ വിവോയുടെ ലോഗും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് ഇത്തരത്തിൽ 5000 mAh ബാറ്ററി, അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനർ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, പിന്നെ എൻ്റെ സീരിയൽ നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, പിന്നെ ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയുള്ളത് അത്തരം കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇത്തരത്തിൽ ഒരു പേപ്പർ ബോക്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു പേപ്പർ ബോക്സിനകത്തായിരിക്കും നമ്മൾ സാധാരണ കണ്ടുള്ള രീതിയിലുള്ള ഒരു ബാക്ക് കേസൊക്കെ നമുക്ക് കിട്ടുന്നത്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബാക്ക് പോച്ചാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നല്ലൊരു ക്വാളിറ്റിയുള്ള ബാക്ക് പോച്ച് തന്നെയാണ്. പിന്നെ വാറണ്ടി പേപ്പേഴ്സും അതുപോലെ യൂസർ മാനുവൽ, സിം എജക്റ്റിംഗ് ടൂളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. മൊബൈൽ നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഇന്നിടത്തുള്ളതിൻ്റെ ഒരു ബ്ലൂ ഷെയ്ഡുള്ള മോഡലാണ്. അതിൻ്റെ ബോക്സിനകത്ത് നമുക്ക് ഇത്തരത്തിൽ ഒരു ചാർജിങ് അഡാപ്റ്റർ കിട്ടുന്നുണ്ട്. അതുപോലെ ചാർജിങ് കേബിൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു മൈക്രോ USB ചാർജിങ് കേബിളാണ്. ചാർജർ ഒരു നോർമൽ ചാർജറാണ് വരുന്നത്. അപ്പോൾ ഇത്തരം ആക്സസറീസൊക്കെയാണ് ഈ ഒരു ഫോൺ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറയുന്നത് ഒരു ചാർജിങ് അഡാപ്റ്റർ, അതുപോലെ തന്നെ ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ, പിന്നെ ഒരു സിം എജക്റ്റിംഗ് ടൂൾ, ഒരു ബാക്ക് പോച്ച്. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു ഫോണിൻ്റെ അൺബോക്സിലേക്ക് കിടക്കാം. ഫോൺ ഓപ്പൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഒരു ഫോൺ വരുന്നത്. അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഇപ്പോൾ ഡിസൈൻ വൈസ് ഒന്നും പറയാനില്ല, വളരെ മനോഹരമായ ഡിസൈനാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈനൊക്കെ ഒരു നല്ലൊരു ലുക്ക്, പ്രീമിയം ലുക്ക് തോന്നുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ വിവോയുടെ ഒരുവിധം എല്ലാ ഫോണിലും അൺബോക്സ് ചെയ്യുമ്പോൾ പറയുന്ന കാര്യമാണ്, ഡിസൈൻ വൈസൊക്കെ അല്ലെങ്കിൽ ഒരു വളരെയേറെ മികച്ച ഒരു ഡിസൈനാണ് വിവോയുടെ എല്ലാ ഫോണിലും കൊടുക്കാറുള്ളത്. ഇത് നമുക്ക് രണ്ട് കളർ വേരിയൻറ്റുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ തന്നെ ഒരു ബ്ലാക്ക്, ഫാൻറ്റം ബ്ലാക്ക് എന്ന കളറും പിന്നെ ഈ ഒരു കാണുന്ന കളറാണ് നമുക്ക് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ക്യാമറയ്ക്ക് ഇത്തരത്തിൽ ഒരു ഡ്യുവൽ ക്യാമറയാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ഒരു LED ഫ്ലാഷ് ലൈറ്റും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡിസൈൻ വൈസൊക്കെ എല്ലാം സെയിം തന്നെയാണ്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y12S എന്ന് പറയുന്ന സെയിം ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തുള്ളത്. വേറെ മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരു പ്ലാസ്റ്റിക് ബോർഡാണ് ബാക്കിൽ വരുന്നത്. എന്നാലും ഒറ്റ നോട്ടത്തിൽ ഒരു ഗ്ലാസ് ബോർഡാണെന്ന് തോന്നുന്ന രീതിയിലാണ് കൊടുത്തുള്ളത്. വളരെ തിക്നെസ് കുറഞ്ഞൊരു മോഡൽ തന്നെയാണ്. 5000 mAh ബാറ്ററി ഉണ്ടെങ്കിലും നമുക്ക് അത്രയും തിക്നെസ് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ സൈഡിലാണ് വരുന്നത്. നല്ല വളരെ ഫാസ്റ്റാണ് ലോക്ക് ആവുന്നുണ്ട്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകളാണ് ഈ ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വരുന്നത്. അതുപോലെ ഈ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സിം കാർഡ് ഹോൾഡറാണ് വരുന്നത്. രണ്ട് സിം കാർഡുകളും മെമ്മറി കാർഡും ഒരേ സമയം യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. മുകളിൽ കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല. താഴെ ഇത്തരത്തിൽ ഒരു 3.5 mm ഓഡിയോ ജാക്ക്, അതുപോലെ മൈക്രോഫോണിൻ്റെ ഹോള്, പിന്നെ ഒരു മൈക്രോ USB ചാർജിങ് പോർട്ട്, റൈറ്റ് സൈഡിലായിട്ട് സ്പീക്കറിൻ്റെ ഗ്രില്ലുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ വൈസ് പറയാനുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ലുക്ക് വൈസ് നമുക്കൊന്നും പറയാനില്ല, നല്ല അടിപൊളി ലുക്ക് തന്നെയാണ്. തൊട്ട് മുൻപ് Y20 സീരീസിൽ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഫോണിനകത്തും വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡിസൈനിലൊന്നും വേറെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അകത്ത് കുറച്ച് സോഫ്റ്റ്വെയർ പരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്. പിന്നെ മുൻപ് ഇറങ്ങിയ Y12S എന്ന് പറയുന്ന മോഡൽ 3GB റാം 32GB എന്നൊരു ഒറ്റ വേരിയൻറ്റിലാണ് പുറത്തിറങ്ങിയത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ നമുക്ക് 3GB റാം 64GB എന്നൊരു വേരിയൻറ്റിൽ കൂടി നമുക്ക് എന്തായാലും ഈ ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ എന്തായാലും ഫോൺ ഓണാകുന്ന നേരം കൊണ്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം നമ്മൾ ഒരുപാട് വീഡിയോകൾ, ഫോണുകളുടെ അൺബോക്സിങ് അതുപോലെ റിവ്യൂകളൊക്കെ നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്യുന്ന ഫോണുകളുടെ ഒരു അപ്ഡേഷൻ എന്ന നിലയ്ക്ക് പുതിയ ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോൺ വാങ്ങിച്ചവരോ അല്ലെങ്കിൽ വാങ്ങിക്കാൻ പോകുന്നവരൊക്കെ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കുക. ഈ ഫോണുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് പുതിയ ഫോണുകളുടെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിനകത്ത് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ ഓണായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിവോ എന്ന് ഇത് കാണിക്കുന്നതിന് തൊട്ട് താഴെ പവേർഡ് ബൈ ആൻഡ്രോയിഡ് അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൻ്റെ ഓണാക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇതാണ് വിവോ Y12G എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ. ഓണാകുമ്പോൾ കാണുന്നതിൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ഒന്നും പറയാനില്ല, നല്ലൊരു ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ല ബ്രൈറ്റ്നസ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 6.5 ഇഞ്ചിൻ്റെ ഒരു HD+ ആണ്. അതുപോലെ ഒരു ഹാലോ ഫുൾ ഡിസ്പ്ലേ ആണ്. താഴെ നോക്കിയാൽ വളരെ ചെറിയ ബെസലുകളൊക്കെയാണ്. സൈഡിലൊക്കെ വളരെ തിന്നായിട്ടാണ് ഇവിടെ ബെസലുകളും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളത്.
നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു ഫുൾ വ്യൂ ഡിസ്പ്ലേ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് ഫ്രണ്ട് ക്യാമറ ഇത്തരത്തിലൊരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ എന്ന് വിവോ വിളിക്കുന്ന ഒരു വാട്ടർ നോച്ചാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാം ഡിസ്പ്ലേ വൈസൊക്കെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ ടച്ച് റെസ്പോൺസും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇത് ഒരു ഗെയിമിംഗ് ഫോണല്ല, എന്നിരുന്നാലും നമുക്ക് ചെറിയ രീതിയിലുള്ള ഗെയിമിങ്ങിനൊക്കെ പറ്റിയൊരു മോഡൽ തന്നെയാണ് Y12G എന്ന് പറയുന്നത്. നല്ല രീതിയിലുള്ളൊരു ടച്ച് റെസ്പോൺസാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. പിന്നെ ഇതിനകത്ത് അനാവശ്യമായിട്ടുള്ള അധികം ആപ്ലിക്കേഷനൊന്നും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടില്ല. എന്നിരുന്നാലും മോജ്, ഷെയർ ചാറ്റ് പോലുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരം ആപ്ലിക്കേഷനുകളൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഒരു ഫീച്ചർ കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റോറേജിൻ്റെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. പിന്നെ ഐക്കണുകളൊക്കെ ആയാലും വളരെ വിസിബിളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡാണെന്ന് തോന്നുന്ന രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ വൈസും അതുപോലെ തന്നെ ഫോണിൻ്റെ ഡിസൈൻ വൈസൊക്കെ നമ്മൾ അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു ടച്ച് സ്മൂത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഈ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റിങ്സിനകത്ത് ഇത്തരത്തിൽ അബൌട്ട് ഫോണിനകത്ത് പോയി കഴിഞ്ഞാൽ നല്ല ടച്ച് സ്മൂത്തുള്ള മോഡലാണ് കേട്ടോ. എന്തായാലും അത് നമുക്ക് അബൌട്ട് ഫോണിനകത്ത് ഇവിടെ മോഡൽ നെയിം Y12G എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ IMEI നമ്പർ കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെടുത്തുള്ളത് 3GB RAM 32GB സ്റ്റോറേജുള്ള വേരിയൻ്റാണ്. പിന്നെ താഴെയായിട്ട് ഇതിൻ്റെ പ്രോസസ്സർ കാര്യങ്ങൾ 1.95 ഹെർട്സിൻ്റെ GHz പ്രോസസ്സർ, അതുപോലെ Qualcomm Snapdragon 439 എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11 പ്രവർത്തിക്കുന്ന മൊബൈലാണ് ഇതെന്ന് പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും ഭാവിയിൽ ഒരു ആൻഡ്രോയിഡ് 12 ഒരു അപ്ഡേഷനൊക്കെ നമുക്ക് ഈ ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കാം. സ്നാപ്ഡ്രാഗൺ 439 എന്ന് പറയുന്നത് ഒരു നോർമൽ യൂസിങ്ങിന് അല്ലെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റികൾക്ക് പറ്റിയ ഒരു പുതിയൊരു പ്രോസസ്സറാണ് എന്ന നിലയിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ഒരു 2-3 വർഷത്തേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു മോഡലാണ് Y12G എന്ന് പറയുന്നത്. 13 മെഗാപിക്സലാണ് ഈ ഫോണിൻ്റെ മെയിൻ റിയർ ക്യാമറ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാനായിട്ട് പോകുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഫോട്ടോ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടൊരു ക്യാമറ ഓറിയൻറ്റഡ് മൊബൈലൊന്നും അല്ല, എന്നിരുന്നാലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. നമ്മൾ സൂം ചെയ്താലൊന്നും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നില്ല. പ്രത്യേകിച്ച് ഓൺലൈൻ ക്ലാസ്സുമായി ബന്ധപ്പെട്ടൊക്കെ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയൊരു മോഡൽ തന്നെയാണ് കേട്ടോ അത്. അതുപോലെ നമ്മുടെ വയസ്സായ വീട്ടിലെ ആളുകളോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും കൂടുതലായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നൊരു മോഡൽ തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ക്യാമറ വൈസ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ നൈറ്റ് മോഡ്, പോർട്രേറ്റ് മോഡ്, ഫോട്ടോ മോഡ്, വീഡിയോ മോഡ്, അതിൽ തന്നെ മോർ വീഡിയോയിൽ നമുക്ക് ഒരു 1080 റെസൊല്യൂഷൻ ഫുൾ HD നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം ഫീച്ചറുകളൊക്കെയാണ് ഇതിൻ്റെ വീഡിയോഗ്രാഫിക്കകത്തും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത്തരത്തിൽ കസ്റ്റം വാട്ടർമാർക്ക്, ടൈം വാട്ടർമാർക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോഗ്രാഫിങ് ഫോട്ടോനകത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ പറയാം. പിന്നെ ഇത്തരത്തിൽ ലൈവ് ഫോട്ടോ മോഡ്, പനോരമ മോഡ്, ഡോക്യുമെൻ്റ് മോഡ്, അങ്ങനെ കുറച്ച് ഫീച്ചറുകളൊക്കെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയ്ക്കകത്തും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കുന്ന മോഡലല്ല, എന്നിരുന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള നല്ലൊരു ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ട് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇത്തരത്തിൽ ബൊക്കെ മോഡ് വരുന്നുണ്ട്. നമുക്കൊരു ഒബ്ജക്റ്റിന് മാത്രം ഫോക്കസ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ചെയ്തിട്ടുള്ള ഫോട്ടോകളും ഒക്കെ എടുക്കാൻ പറ്റിയൊരു മോഡാണത്. ഇനി ഈ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 8 മെഗാപിക്സലാണ്. അപ്പോൾ ഞാൻ ലൈവായിട്ടൊരു ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ ലൈവായിട്ട് എടുത്തൊരു ഫോട്ടോ ആണ്. ഈ ഒരു ഫോണകത്ത് 8 മെഗാപിക്സലാണെങ്കിലും അതിൻ്റെതായ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തുള്ളത് വളരെ ലൈറ്റ് കുറഞ്ഞ ഒരു ഭാഗത്താണ്, എന്നിട്ട് വരെ നമുക്ക് നല്ലൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വിവോയുടെ ഫോണുകളൊക്കെ കുറച്ചുകൂടി എത്ര റേറ്റ് കുറഞ്ഞ മോഡലായാലും ക്യാമറ കുറച്ചുകൂടി നല്ലൊരു ക്വാളിറ്റി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴും നല്ലൊരു ഔട്ട്പുട്ട് നമുക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററിയും, അതുപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും, ആൻഡ്രോയിഡ് 11 പിന്നെ വളരെ മനോഹരമായ ഡിസൈനും, പിന്നെ വിവോയെ പോലുള്ളൊരു ബ്രാൻഡും എൻ്റെ സർവീസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫിനാൻസ് ആയിട്ട് നോക്കാനാണെങ്കിലോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പറ്റിയ ഒരു മോഡൽ തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. തൊട്ട് മുൻപ് ഇറങ്ങിയ Y12S എന്ന് പറയുന്ന മോഡലുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ ഫോണകത്ത് വരുന്നില്ല, എന്നിരുന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് വരുന്നത്. ഡിസൈൻ വൈസും ബാക്കി കാര്യങ്ങളും എല്ലാതും തൊട്ട് മുൻപത്തെ ആ ഒരു Y12S എന്ന് പറയുന്ന സെയിം ഫോൺ തന്നെയാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ച് മറ്റെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ലോട്ട്.